തൃശൂരിൽ വീണ്ടും കത്തിക്കുത്ത്. പുതുവർഷം ആശംസിക്കാത്തതിന് തൃശൂർ മുള്ളൂർക്കരയിൽ യുവാവിനെ കുത്തിവീഴ്ത്തി. ആറ്റൂർ സ്വദേശി സുഹൈബിനാണ് കുത്തേറ്റത്. MS ലിഷോയുണ്ട്. ലിഷോയി, കഴിഞ്ഞ ദിവസത്തെ വാർത്തയുടെ ഞെട്ടൽ മാറിയിട്ടില്ല. അതിന് പിന്നാലെയാണ് വീണ്ടും ഒരു കുറ്റകൃത്യത്തിന്റെ വാർത്ത വരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ഇതും പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ന്യൂ ഇയർ ആശംസകൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്, അതായത് ഈ കത്തിക്കുത്ത് നടത്തിയ ഈ കുത്തിയ പ്രതി ഈ കുത്തേറ്റ ആളോട് ന്യൂ ഇയർ ആശംസകൾ പറഞ്ഞു. തിരിച്ച് ന്യൂ ഇയർ ആശംസകൾ പറഞ്ഞില്ല എന്നതിൻ്റെ വൈരാഗ്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കത്തിക്കുത്തു കൂടി ഉണ്ടായിരിക്കുന്നത്. നിരവധി കഞ്ചാവ് കേസുകളിൽ പ്രതിയും കാപ്പ ചുമത്തിയ യുവാവുമായ ഇയാളാണ് പ്രതി. ഈ കേസിൽ പ്രതി. ഇയാൾ എന്താണ് സംഭവിച്ചതെന്ന്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് നിലവിൽ ഈ കുത്തേറ്റ ഇയാളെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 22 വയസ്സുള്ള ഷുഹൈബിനാണ് കുത്തേറ്റത്. ഇദ്ദേഹവും മറ്റ് 4 പേരും കൂടി ബുധനാഴ്ച പുലർച്ചെ ചെറുതുരുത്തിയിൽ നിന്ന് ഗാനമേള കണ്ട് തിരിച്ച് ബൈക്കിൽ വരുമ്പോഴാണ് മുള്ളൂർക്കരയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ബൈക്ക് ബസ് സ്റ്റോപ്പിൽ വെച്ച് ഇരിക്കുകയായിരുന്നു. നിരവധി കഞ്ചാവ് കേസുകളിൽ പ്രതിയും കാപ്പ ചുമത്തിയ ഷാഫി എന്ന് പറയുന്ന മറ്റൊരു പ്രതിയും അവിടേക്ക് എത്തി. പിന്നീട് പാപ്പി എന്ന് പറയുന്ന വ്യക്തി കൂട്ടുകാരോട്, ഷുഹൈബിനോടും കൂട്ടുകാരോടും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു. പക്ഷേ അവർ തിരിച്ചു പറഞ്ഞില്ല. തുടർന്ന് ഇരു വിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. അതിനിടയിലാണ് ഈ ഷുഹൈബിനെ കുത്തേറ്റിരിക്കുന്നത്. ഷുഹൈബിൻ്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്. തലയ്ക്കും അതുപോലെ തന്നെ കൈകാലുകൾക്കുമെല്ലാം തന്നെ കുത്തേറ്റിട്ടുണ്ട്. ഇയാളെ ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. ശരീരത്തിൻ്റെ നിരവധി ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഇയാൾക്ക് കുത്തേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പോലീസും അതുപോലെ തന്നെ ഈ ആശുപത്രി അധികൃതരും വ്യക്തമാക്കുന്നതിൽ. ആരോഗ്യസ്ഥിതി അപകടനില തരണം ചെയ്തു എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞില്ല എന്നതിൻ്റെ പേരിൽ ഒരാൾക്ക് കുത്തേൽക്കുക എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ തൃശ്ശൂരിൽ, ഇതൊക്കെ കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവമാണെന്ന് ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചു പോകും. ഇവരും ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഒരു ആക്രമണവും നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എല്ലാവരെയും പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇനി തുടർ നടപടികളൊക്കെ എന്താണ് പോലീസ് പറയുന്നത്? അതായത് ഇവർ എല്ലാവരും തന്നെ ഈ കേസിലെ പ്രതികൾ, ഈ കുത്തിയ വ്യക്തിയും കുത്തിയ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും എല്ലാവരും തന്നെ നേരത്തെയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. ഇവർ കഞ്ചാവ് കേസുകളിലും അതുപോലെ തന്നെ വധശ്രമ കേസുകളിലും ഒക്കെ തന്നെ പ്രതികളാണ്. അതുകൊണ്ട് തന്നെ ഈ പോലീസിന് ഇവരെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. ഇവരെ പിടികൂടാനുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ലിഷോയാണ് വളരെ ഞെട്ടിക്കുന്ന വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.